ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്, ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്, ഇവർക്കല്ലാനെ കിട്ടല് റിസ്ക്, ഇഷ്ക് ഇഷ്ക് ഇഷ്ക്. ഈ വരികളൊക്കെ ഈ എഴുതുന്നത് വരികള് ഉസ്താദ് അഷ്റഫ് പാലപ്പെട്ടി എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. മൂപ്പര വരികളും പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. ജാബിർ സുലൈം ഖാനെ പോലെ തന്നെ ജാബിർ സുലൈം ഭ്രാന്താൽ എഴുതിയ അദ്ദേഹത്തിൻ്റെതും ഈ അഷ്റഫ് പാലപ്പെട്ടി ഉസ്താദിൻ്റെ പാട്ടൊക്കെയാണ് നമുക്ക് കൂടുതലും ഇഷ്ടമുള്ളതും. അവരുടെ പാട്ടാണ് നമ്മൾ കൂടുതലും ഫോളോ ചെയ്യല്. ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരാൾ, എൻ്റെ ഒരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും ആയിട്ട്? ഗായകനായതോടെ ഒരു മ്യൂസിക്കിലേക്ക് വന്നതോടെ ഞാൻ ഇയാളെ കണ്ടുമുട്ടി, എനിക്കതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് പറയുന്ന ഒരു ആളോ ഒരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും? അത് ഇപ്പോൾ പറഞ്ഞ ഇവർ രണ്ടുപേരും തന്നെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ പാടുന്ന പാട്ട് കൂടുതലും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ബഷീർ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഓൻ്റെ ലിറിക്സും ഓൻ്റെ വരികളുമാണ് കൂടുതലും ഞാൻ പാടിയതും. അതായത് ഇപ്പോൾ ദ്വീപിലും എല്ലാ സ്ഥലത്തിലും ഞാൻ പാടിയതും ഓൻ്റെ വരികളാണ് കൂടുതലും. അത് ഈ ഗുരു ശിഷ്യ ബന്ധത്തിനെ കുറിച്ച് തന്നെയാണ് ഓനും എഴുതുന്നത്. ഗുരുശിഷ്യ ബന്ധത്തെ പറ്റി പാടാനാണ് കൂടുതൽ ഇഷ്ടം? ഏത് ടൈപ്പ് ഓഫ് പാട്ടുകൾ പാടാനാണ് ഇഷ്ടം? ഏകദേശം എല്ലാ ടൈപ്പിലും നമ്മൾ പാടും. അതായത് നമുക്കിപ്പോൾ ഒരു ട്യൂണ് ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പാട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാട്ടിൻ്റെ ട്യൂണിൽ നമ്മൾ എന്ത് ചെയ്യും, വരികൾ ഉണ്ടാക്കും. പാരഡി ഗാനങ്ങൾ വരികൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് പാടുക. പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? പാരഡി അങ്ങനെയല്ല, അവര് എഴുതുന്ന ആൾക്കാരാണ്, പാടൽ മാത്രം. അങ്ങനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടുകൾ? ഇനി ഞാൻ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അതിപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കാതങ്ങൾ ദൂരെ അറബ് നാട്ടിലാണെങ്കിലും കനിയാളെ നിന്നെ ഞാൻ കാണുന്നുണ്ടൊരു നാളില്, അന്തിക്ക് ഞാനൊന്ന് കണ്ണടച്ചാൽ കിനാവില്, അറിയാതെ നീ വന്ന് കുളിരേകുന്നുണ്ടൻ കൽബില്, ഏതോ വാനിലിരുന്ന് രാക്കിളി പാടുമ്പോൾ എൻ്റെ മുത്തേ നിന്റെ ശബ്ദം ഞാനപ്പോൾ കേൾക്കുന്നു, കസ്തൂരി വീശി മണം കാറ്റിൽ വന്നണയുമ്പോൾ കൺമണി നിന്റെ സുഗന്ധമേനി ഞാൻ ഓർക്കുന്നു. ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ സ്കൂളിൽ ചെറുപ്രായത്തിൽ പഠിക്കുമ്പോൾ കേട്ട് മറന്നതായ ഒരു പാട്ടാണ്. അത് ഈ മലയാളി പ്രവാസികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാനത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അത് ആവശ്യപ്പെട്ടത് നമ്മളെ മലയാളി പ്രവാസികളാണ് പാടാൻ ആവശ്യപ്പെട്ടത്. അതൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു അത്. സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഈ ഒരു ഗാനം കേൾക്കണം എന്ന് അവരാവശ്യപ്പെടുന്ന ഒരു ഗാനം ഏതായിരിക്കും? അത് ആദ്യമൊക്കെ ആൽബം സോങ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈ ഭ്രാന്തായാൽ എന്ത് സുഖം. പിന്നെ അതിന് ശേഷം ഞാൻ ഇതാക്കിയത് ഇതിന് മറുപടി ആയിട്ട്. അപ്പോൾ ഇതിൽ ഭയങ്കര ഒരു സംവാദം ഇതിൻ്റെ ഇടയിൽ ഈ ഭ്രാന്തായാൽ എന്ത് രസമെന്ന് പറഞ്ഞിട്ട് കുറെ ഉസ്താദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ വ്യാഖ്യാനം. അവർ ചോദിച്ച് ഭ്രാന്തായാൽ എന്ത് സുഖമാണെന്ന്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭ്രാന്തെന്ന് പറഞ്ഞാൽ നമ്മളെ അടിമ ഉടമയോടുള്ള, അതായത് സൃഷ്ടാവിനോടുള്ള സ്നേഹമാണ് നമ്മളെ ഭ്രാന്ത്. പിന്നെ അത് മരിക്കുന്ന സമയത്ത് സക്കറാത്തുൽ മൗത്ത് എന്ത് രസം, അത് മരിക്കുന്ന സമയത്തിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഈ അടിമ ഉടമയിലേക്ക് ചേരാൻ പോവുകയാണ്, അതാണ് അതിൻ്റെ രസം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കവി. പിന്നെ ഇതിനെ ആൾക്കാരിങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ പറഞ്ഞു പെരുപ്പിച്ച്. അപ്പോൾ അതിനുശേഷം ഞാൻ മറ്റേ KM
മുനീർ കിനാശ്ശേരിയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, KM മുനീർ. മൂപ്പര് അതിൻ്റെ ശേഷം അതിന് മറുപടിയായിട്ട് എഴുതിയ ഒരു സാധനമാണ് ഇത്. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം, പ്രണയിച്ചിടാം. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം, പ്രണയിച്ചിടാം. അത് KM എന്ന് പറഞ്ഞ ആള് ഈ പാട്ടിന് ഒന്നുകൂടെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു സാധനമാണ്. KM മുനീർ എന്നാണ് മൂപ്പരുടെ പേര്. KM എന്നാണ് മൂപ്പർ അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ. ഭ്രാന്തായാൽ എന്നുള്ള ഗാനം പല സ്ഥലത്തും പല രീതിയിലാണ് പരാമർശിക്കപ്പെട്ടത്. പല സ്ഥലത്തും അത് വിവാദമായി മാറി. അപ്പൊ അതെങ്ങനെയായിരുന്നു ജീവിതത്തെ ബാധിച്ചത്? എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. പക്ഷെ അത് പിന്നെ അത് എഴുതിയ ആള്, പിന്നെ അതിന് ട്യൂണിട്ട ആളും അത് പാടിയ ആളും എല്ലാം അയാളെ തന്നെയാണ്. ആര്? ജാബിർ സുലൈം എന്ന് പറഞ്ഞ ആളെ തന്നെയാണ് ഇത് എഴുതിയതും അത് ട്യൂണിട്ടതും അത് പാടിയതും. അദ്ദേഹം 4 വർഷം മുന്നേ പാടിവിട്ടൊരു സാധനമായിരുന്നു. പക്ഷെ അത്ര വരെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല ആ പാട്ട്. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ പാടിയപ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്.